ഹായ് ഗൈസ്, ഇന്നലെ വരാൻ പറ്റിയില്ല. നമുക്കൊരു ക്രിക്കറ്റ് മാച്ച് ഉണ്ടായിരുന്നു, അങ്ങനെ പോയിരുന്നു. സോറി ഗൈസ്. അപ്പം ഇന്ന് തിരിച്ചു വന്നു. അല്ലെങ്കിൽ ഇന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമ ദിവസമായിരുന്നു, അതുകൊണ്ട് ഇന്ന് വരായിരുന്നു. അപ്പൊ ഇന്ന് മൂന്നാമത്തെ ടെസ്റ്റിന്റെ മൂന്നാം ദിവസം തീർന്നിരിക്കുകയാണ്. ഇന്ത്യ ഒരു പവർ പൊസിഷനിലാണ്, ടോപ്പിലാണ്. ഇംഗ്ലണ്ടിന്റെ ഏറ്റവും മേലിൽ കയറി നമ്മൾ താണ്ടാവ് ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കാര്യത്തിന് മുമ്പ് ഇന്നത്തെ ഒരു മെയിൻ കാര്യം പറയാം. ഇന്നലെ നമ്മുടെ ബെസ്റ്റ് ഓഫ് സ്പിന്നർ, നമ്മുടെ ഇതുവരെയുള്ള ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ബെസ്റ്റ് ഓഫ് സ്പിന്നർ ആയിട്ടുള്ള അശ്വിൻ 500 വിക്കറ്റ് തികച്ചിരിക്കുകയാണ്. 9ാമത്തെ ഇന്റർനാഷണൽ പ്ലെയർ ആണ് 500 വിക്കറ്റ് തികയ്ക്കുന്നത്. അത് സെക്കൻഡ് ഫാസ്റ്റസ്റ്റ് 500 വിക്കറ്റ് ആണ്. ആ കൂടെ മുരളീധരൻ മാത്രമേ അശ്വിനെ കാട്ടി പെട്ടെന്ന് അതിലേക്ക് എത്തിയിട്ടുള്ളൂ. അതെ, അതിന്റെ കൂടെ 5 സെഞ്ചുറി അടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഓവറോൾ പാക്കേജ് നോക്കുമ്പോൾ അശ്വിൻ വേറെ ലെവലാണ്. ഇത്രയും മാത്രം ചിന്തിച്ച് ബോളർ ചെയ്യുന്ന ഒരു ബോളർ സത്യം പറഞ്ഞാൽ വേറെ ഒരാളില്ല. ചിന്തിച്ച് എല്ലാ സമയവും വേറെ എന്ത് പുതിയത് കണ്ടുപിടിക്കാന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ്. എന്തുകൊണ്ട് രാഹുൽ അശ്വിൻ 500 വിക്കറ്റിലേക്ക് എത്തി? നമ്മളെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് എടുത്തിട്ടുള്ള ഇന്ത്യക്ക് വേണ്ടി പറയുകയാണെങ്കിൽ അത് അനിൽ കുംബ്ലെയാണ്. 619 വിക്കറ്റ്. സെക്കൻഡ് അശ്വിൻ എത്തിയിരിക്കുകയാണ്. അടുത്ത മൂന്നാമത്തെ പ്ലെയർ എന്ന് പറഞ്ഞാൽ കപിൽ ദേവാണ്. അപ്പം ആ ഒരു ജനറേഷൻ വ്യത്യാസത്തിൽ അശ്വിൻ വീണ്ടും കയറി വന്ന ഒരു വരവുണ്ടല്ലോ, അതൊന്നും പറയില്ല. പിന്നെ ഭയങ്കര ബുദ്ധിയുള്ള ബോളറാണ്. ലൈൻ ലെങ്ത്തും കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്യും. ഒരു T20 ബോളറായിട്ട് വന്ന് ഒരു അടിപൊളി ഒരു ടെസ്റ്റ് ബോളറായി കഴിഞ്ഞിരിക്കുകയാണ് അശ്വിൻ. ഒന്നും പറയില്ല. നല്ല അതും ആസ് എ ബൗളർ മാത്രം പറയില്ല, ഒരു ഓൾറൗണ്ടറാണ്. തമിഴ്നാടിന് വേണ്ടി 1 ഡൗൺ ബാറ്റ് കൊണ്ടിരുന്നതാണ് അശ്വിൻ. നമ്മളെ സൺറൈസ് രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 1 ഡൗൺ ഇറങ്ങിയതാണ്. നമുക്കറിയാം പുള്ളിയുടെ ബാറ്റിംഗ് സ്കിൽസും. നല്ലൊരു മൈൽസ്റ്റോൺ ആണ് അശ്വിൻ റീച്ച് ചെയ്തത്. അപ്പം അതിനെ വരെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് ഇന്നലെ ഉണ്ടായിരുന്നു. അതായിരുന്നു ക്രിക്കറ്റിന്റെ ആ ഒരു വിളയാട്ടം എന്ന് തന്നെ പറയണം. ആ റാടുകയായിരുന്നു എങ്ങനെയായിരുന്നു സ്വീപ്പ് ഷോട്ടും റിവേഴ്സ് സ്വീപ്പും. എത്ര ഷോട്ട് കണ്ടെന്ന് പറഞ്ഞ 23 ബൗണ്ടറിയാണ് പുള്ളി മാത്രം അടിച്ചത്. 153 റൺസ് അടിച്ചതിൽ. ഒന്നും പറയുക ഡിസ്ട്രാക്ട്. അശ്വിനെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞു അടിക്കുന്നു, ബുംറേനെ കളിക്കുന്നു, സിറാജിനെ ഒരു ഓവറിൽ 3 4 അടിക്കുന്നു. കുൽദീപ് യാദവിന്റെ ഭയങ്കര ടച്ചിലായിരുന്നു. കുൽദീപ് യാദവിന്റെ റൺ റേറ്റ് 6 മേലെ. പക്ഷെ 3 ഓവറിൽ ഇതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. 3 ഓവറിലും തിന്നു അല്ലടാ, 5 ഓവർ എന്താ കൊടുത്തു, 40 റണ്ണിന് മേലെയായി ഇന്നലെ. അടി വിളവാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു അടി വിളവാരം. ഇന്ത്യക്ക് എന്ത് ചെയ്യണം, രോഹിത് ശർമ്മയ്ക്ക് എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ നിന്നുപോയി. രോഹിത് ശർമ്മ മാത്രമല്ല, ഇതിപ്പം ഇന്ത്യ നന്നായിട്ട് ഇത്രയും കളിക്കുന്നുണ്ട്. അവരൊരു പ്ലെയർ നന്നായിട്ട് കളിച്ചു. ഓക്കെ, രോഹിത് ശർമ്മ ബൗളേഴ്സിനെ ശ്രമിച്ചു. ആ ബൗളേഴ്സിന് കോപ്പ് ചെയ്യാൻ പറ്റിയില്ല. അവർ അത്ര എക്സ്ട്രാ ഓർഡിനറി ബാറ്റ് ചെയ്യുമായിരുന്നു. അപ്പൊ പിന്നെ അത് ഒന്നും പറയല്ലത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ഒരു ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത ഒരു അവസ്ഥയിലാണ് നിന്നത് നമ്മുടെ ടീം എല്ലാവരും. ഇന്നലെ നമ്മള് ഇത് വീഡിയോ ചെയ്തില്ലെങ്കിലും നമ്മൾ സംസാരിച്ച പോലും എന്തൊരു അടിയടേ എന്നാണ് നമ്മൾ സംസാരിച്ചത്. ഒന്നും ചെയ്യണം. മിഡ് ഓൺ അടിക്കുന്നു, ഷോർട്ട് ഓൺ അടിക്കുന്നു. അതും 6 അല്ല കൂടുതൽ അടിച്ചത്. പുള്ളി എല്ലാം 4 ആണ് അടിച്ചത്. മാക്സിമം ഗ്രൗണ്ട് ഷോട്ട് അല്ലെങ്കിൽ മാക്സിമം അഗ്രസീവ് തന്നെയാണ് കളിച്ചു പോയത്. അത് ഒന്നും പറയില്ല, വളരെ നല്ല കളി. കാരണം ഇപ്പം ഇംഗ്ലണ്ടിന്റെ ഒരു ബാറ്റിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ ആ ജോ റൂട്ട് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സ്റ്റാർട്ട് 4 വരുന്ന ഒരു പ്ലെയർ എന്താണ് കാണിക്കുന്നത് മനസ്സിലാവുന്നില്ല. നമുക്ക് അതിലോട്ട് വരാം. അടുത്ത എന്റെ ഡിസ്കഷൻ പോയിന്റ് അതാണ് രാഹുൽ. അടുത്ത ഡിസ്കഷൻ അത് ഇന്നത്തെ ദിവസത്തെ കളിയിലോട്ട് വരാം. ഇന്നലെ അപ്പോ ഇംഗ്ലണ്ട് 210 2 വിക്കറ്റ് ലോസില് ഓലി പോപ്പിന്റെ ലാസ്റ്റ് സിറാജ് ഒരു നല്ലൊരു അകത്തോട്ടുള്ള ബോളിംഗ് സ്വിംഗിംഗ് ബോളേഴ്സ് എടുത്ത് LBW ആക്കി. ഓലിപ്പോപ്പ് 39. അതുവരെ ഓലിപ്പോപ്പും പക്ഷെ തട്ടിയാണ് എങ്ങനെയൊക്കെ ലക്കിന് നിൽക്കുകയായിരുന്നു. അല്ല, ഓലിപ്പോപ്പ് നാച്ചുറൽ ഗെയിം അല്ല കളിച്ചത്. പുള്ളി അങ്ങോട്ട് മാറി കളിക്കുന്നു, ഭയങ്കര ഉപയോഗിക്കുന്നു, ഭയങ്കര അഗ്രസീവ് സ്റ്റൈലിൽ കളിക്കുന്നു. ഓപ്പിന്റെ സ്റ്റൈലേ അല്ല കളിച്ചത് പുള്ളിക്കാരൻ. സ്പിന്നറിന് അവൻ സ്കൂപ്പ് ഒക്കെ ചെയ്തു, കണ്ട് സ്ട്രൈറ്റ്. അങ്ങനെ അവർ ഇന്നലെ നല്ലൊരു വെരി ഹൈ പൊസിഷനിലായിരുന്നു. 210 റണ്ണിന് 2 വിക്കറ്റ് എന്നുള്ള അവസ്ഥയിലാണ് ഇന്നലെ ഇംഗ്ലണ്ട് കളി നിർത്തിയത്. ഇന്നലത്തെ രീതിയിൽ ഇംഗ്ലണ്ടിന് വെറും ഇനി 240 റൺ അടിച്ചാൽ സെയിം ആയി എന്നുള്ള അവസ്ഥ. 8 വിക്കറ്റും കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ കളിയിലേക്ക് നമ്മൾ എത്തുന്നത്. അതും ആ വിക്കറ്റ് വന്നത് തന്നെ, ആ വിക്കറ്റ് വരുന്നതന്നെ റിവ്യൂ ആണ്. ആ റിവ്യൂ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട് ആയിരുന്നു. കാരണം ഫസ്റ്റ് ബോളിലായിരിക്കും ഏറ്റവും കൂടുതൽ പോകുന്നത്. പക്ഷെ ഇമ്പാക്ട് ആയിരുന്നു, ഹിറ്റിംഗ് വിക്കറ്റ്സ് ആയിരുന്നു. അപ്പോൾ റിവേഴ്സ് ആയി. ആ ഒരു വിക്കറ്റ് ഭയങ്കര മൊമെന്റോണ് ടീമിലേക്ക് വന്നത് കേട്ടോ. തീർച്ചയായിട്ടും വലിയൊരു മൊമെന്റോണ് മാറ്റിയത്. അത് കഴിഞ്ഞിട്ട് ഇന്ന് രാവിലെ ഫസ്റ്റ് ഒരു 20 മിനിറ്റ് എല്ലാം പിന്നെയും ഈ ഡക്കറ്റിന്റെ ഒരു വിളയാട്ടം ആവും എന്നുള്ള രീതിയിൽ പൊക്കോണ്ടിരിക്കുമ്പോഴാണ് വേറൊരു വിളയാട്ടം കണ്ടു നമ്മൾ, ജോ റൂട്ടിന്റെ. എന്താണ് വിളയാടത്തെ പ്ലെയർ ആണോ ജോ റൂട്ട്? നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടുവന്ന ജോ റൂട്ടി. നമ്മൾ ഫാറ്റ് 10,000 റൺസ് അടിച്ചൊരു പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ എക്സ്പീരിയൻസ്, പുള്ളിക്ക് ടെസ്റ്റ് എങ്ങനെ കളിക്കാൻ അറിയാം. ടെസ്റ്റിൽ മാത്രമാണ് 10,000 റൺസ് എടുത്തിരിക്കുന്നത് തന്നെ. എങ്ങനെ കളിക്കാൻ അറിയാം, ആ രീതിയിലാണ് പോകണം. കാരണം കെയ്ൻ വില്യംസൺ, സ്റ്റീവ് സ്മിത്ത്, വിരാട് കോഹ്ലി, പുള്ളി ജോ റൂട്ട്, ഈ 4 പേരാണ് ഈ ഫാറ്റ് 4 തന്നെ പറയപ്പെടുന്നത്. ഈ പുള്ളിക്കാരൻ ഒരു ബാസ് ബോൾ രീതി കളിക്കുകയാണ്. പുള്ളി റിവേഴ്സ് ഷോട്ട് അല്ലെങ്കിൽ റിവേഴ്സ് സ്കൂപ്പ് കളിക്കേണ്ട ആവശ്യം എന്തിനാണ്? കഴിഞ്ഞ രണ്ട് ടെസ്റ്റ് ആയിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജോ റൂട്ട് വളരെ അഗ്രസീവ്, അത് ബാസ് ബോളിന്റെ രീതി പോവുകയാണെന്നല്ല, പുള്ളിയുടെ നാച്ചുറൽ ഗെയിം വിട്ട് വേറെ ഒരു കളിയിലേക്ക് വരികയാണ്. അതൊരു ബാസ് ബോൾ രീതിയാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല.
നമുക്ക് കംഫർട്ടബിൾ ആയ ഷോട്ട്സ് ഉണ്ടാവും. സ്ലിപ്പ് 3 സ്ലിപ്പ് നിൽക്കുമ്പോൾ ഒരിക്കലും റിവേഴ്സ് സ്ലിപ്പിന്റെ ചെയ്യാനേ പാടില്ല. അത് എന്തുകൊണ്ട് ജോ റൂട്ട് അങ്ങനെ ഉദ്ദേശിച്ചത് സ്ലിപ്പിന്റെ മുകളിൽ ട്രൈ ചെയ്യാനാണ്. അത് കറക്റ്റ് എലിവേഷൻ കിട്ടിയില്ല, ക്യാച്ച് പോയി, വളരെ ബാഡ് വിക്കറ്റ്. അവിടെയാണ് ഇന്നത്തെ ദിവസത്തിന്റെ സ്റ്റാർട്ടിംഗ് ഫേസ് തന്നെ ഇംഗ്ലണ്ട് താഴേക്ക് പോകാൻ കാരണം. അതേ ബോള് പണ്ടത്തെ ജോ റൂട്ട് ആണെങ്കിൽ കവർ ഡ്രൈവ് കൂടെ നല്ലൊരു കവർ ഡ്രൈവ് കളിക്കും. കവർ ഡ്രൈവ് 4 ബൗണ്ടറി ആണ് അത്. കാരണം ഫുൾ ലെങ്ത് ആണ്, ഓൾമോസ്റ്റ് ഫുൾ ലെങ്ത് ആണ് ബോൾ. ഫുൾ ലെങ്ത് ബോൾ, അത് ബൗണ്ടറി ബോളാണ് പഴയ ജോ റൂട്ട് ആയിരുന്നുണ്ടെങ്കിൽ. ഇതിപ്പോ ബാസ് ബോൾ നമ്മളെല്ലാരും നല്ലത് പറയുന്നുണ്ട്, എന്റർടൈനിങ് ആക്കി ടെസ്റ്റ് ക്രിക്കറ്റ് അടിപൊളി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഓരോ പ്ലേയേഴ്സിനും അവരുടേതായ രീതിയുണ്ട്. അതിൽ നിന്ന് മാറി കളിക്കുമ്പോ ജയിക്കേണ്ട കളികൾ തോക്കാം. ഈ കളികൾ ബാസ് ബോളിൽ വന്നപ്പോൾ ഏറ്റവും നമുക്കൊരു ബെനിഫിറ്റ് ആയിട്ട് തോന്നിയ, മുമ്പ് നമ്മൾ ടെസ്റ്റ് കാണുമ്പോൾ ഒരു 5 സീരീസ് ഉണ്ടെങ്കിൽ ഒരു 3 ടെസ്റ്റ് ഡ്രോ ആവും. അതെ അതെ. എങ്ങനെ പോയാലും ഇപ്പം ഇന്ന് വരെ നിൽക്കുന്ന സ്കോർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു 4th ഡേ ചിലപ്പോൾ കഴിയുമ്പോഴായിരിക്കും ഇന്ന് നിൽക്കുന്ന സ്കോർ വരുന്നത്, അല്ലെങ്കിൽ 5th ഡേ ആയിരിക്കും ചിലപ്പോൾ ഈ ഒരു സ്കോറിൽ പോകുന്നത്. അത് വളരെ വ്യത്യാസം വന്നു, കളിക്ക് റിസൾട്ട് വന്നു തുടങ്ങി. ആ ഒരു കാര്യമല്ലാതെ പല ബാറ്റ്സ്മാനും അവർ കളിച്ചിരിക്കുന്ന ഒരു ശൈലിയിൽ നിന്ന് വിട്ടുമാറി വേറൊരു ബാറ്റിംഗ് സ്റ്റൈലിൽ വേറൊരു ബാറ്റിംഗ് രീതി കളിക്കാൻ നിർബന്ധിപ്പെടുത്തുന്നു. രാഹുൽ, ഈ സക്സസ് ബാസ് ബോളിന് കിട്ടുന്നത് ഇത് പുതിയൊരു ഐറ്റം ആയതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി വരാനുള്ള ഒരു ന്യൂനെസ് കാരണം കൊണ്ട് മാത്രമാണ്. കുറച്ച് കഴിയുമ്പോൾ ഇവരെ പൂട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് നടക്കൂല, ഇത് ഫ്ലോപ്പ് ആവുമെന്ന് എല്ലാവരും മനസ്സിലാക്കുമെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഇപ്പൊ എല്ലാവർക്കും ഇന്നലെ വെണ്ടക്കെട്ട് കളിച്ചപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇന്ന് വന്ന് അവൻ ബൗണ്ടറി അടിക്കുന്നിടത്ത് എല്ലായിടത്തും ഫീൽഡറിനെ വെച്ചു. അപ്പൊ അവന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാതെ ഇന്നത്തെ ഫസ്റ്റ് ഇന്ന് 100 റണ്ണിന്റെ അകത്ത്, അതായത് ഇന്നലെ 210 221 വെച്ചിട്ടാണ് ജോ റൂട്ടിന്റെ വിക്കറ്റ് പോകുന്നത്. അത് തൊട്ട് വിത്തിൻ 100 റൺസ് 90 റൺസിനുള്ളിൽ ഇന്ത്യ ഓൾ ഔട്ട് ആക്കുകയാണ് ഇംഗ്ലണ്ടിനെ. അതായത് 8 വിക്കറ്റ് ഇൻസൈഡ് 100 റൺസ്. അത് ബാസ് ബോളിന്റെ ഏറ്റവും വലിയ ഫ്ലോപ്പ് ആണ്. കാരണം ഇംഗ്ലണ്ട് 100 റണ്ണിൽ ഔട്ട് ആവുള്ള പിച്ചില്ല. അങ്ങനത്തെ മറ്റേ കുത്തിത്തിരിയുന്ന പിച്ചൊക്കെ ആണെങ്കിൽ ഓക്കെ, അതും ഇല്ല. ബാറ്റിംഗ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ജോണി ബെയർസ്റ്റോ എന്നൊരു പ്ലെയർ, നല്ല എക്സ്പീരിയൻസ് പ്ലെയർ ആണ്, വെൽ ട്രെയിൻഡ് പ്ലെയർ ആണ്. പുള്ളി കഴിഞ്ഞ 2 ടെസ്റ്റ് ആയിട്ട് വളരെ ബാഡ് പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ബെൻ ഫോക്സ്, പുള്ളി നല്ലൊരു വിക്കറ്റ് കീപ്പർ ആണ്. പക്ഷെ ഒരു വിക്കറ്റ് കീപ്പിങ്ങിന് വേണ്ടി മാത്രം ഒരു പ്ലെയറിനെ ടീം ഇടേണ്ട കാര്യം അല്ല. അല്ല, ഞാൻ പറയുന്നത് ബെൻ ഫോക്സിനെക്കാളും കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ജോണി ബെയർസ്റ്റോനുണ്ട്. ബെയർസ്റ്റോന് കീപ്പറിന്റെ ഗ്ലൗസ് കൊടുത്തിട്ട് ഡാൻ ലോറൻസ് എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉണ്ട്. പുള്ളിനെ ഒന്ന് നേരെ ബെൻ ഫോക്സിന്റെ പ്ലേസിലേക്ക് വെച്ചാൽ കുറച്ചും കൂടെ ചേഞ്ച് ആയിരിക്കും. ഡാൻ ലോറൻസ് സ്പിന്നിനെതിരെ ഫ്ലോപ്പ് ആണെന്നുള്ളതുകൊണ്ടാണ് അവർ എടുക്കാത്തത്. കാരണം ഇപ്പൊ ബെൻ ഫോക്സും കളിക്കുന്ന അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത് ഫ്ലോപ്പ് തന്നെയാണ്. ബെൻ ഫോക്സ് ഒന്നുമില്ലെങ്കിലും 2-3 ക്യാച്ച് എടുത്ത് അവരെ കളിയിൽ നിർത്തുന്നുണ്ടെന്നെങ്കിലും പറയാം. അതുകൊണ്ട് ഈ ഡാൻ ലോറൻസിനെ കൊണ്ടുവന്നാലും കൂടുതൽ ബാറ്റിംഗിൽ കൂടുതൽ മാറ്റമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നീ പറഞ്ഞു ജാക്ക് ലീച്ച്, എന്താണ് ജാക്ക് ലീച്ചിന്റെ എന്തൊരു കാര്യം നീ പറയാൻ? ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള കാര്യത്തിലെ ഏറ്റവും മെയിൻ കാര്യം, ഇംഗ്ലണ്ട് ടീം ഫസ്റ്റ് കളിച്ച അതേ ടീം വെച്ചാണ് ഇപ്പോൾ 3rd ടെസ്റ്റ് കളിക്കുന്നത്. അതിന്റെ മെയിൻ കാര്യം ആകെ പോയൊരു പ്ലെയർ എന്ന് വെച്ചാൽ ജാക്ക് ലീച്ചിന്റെ ഇഞ്ചുറി ഒന്ന് പോയത് മാത്രമാണ് പ്രശ്നം. ബാക്കി ഒരു പ്ലേയേഴ്സിനെ ഒരു മെയിനായിട്ട് മാറ്റം തന്നിട്ടില്ല, കൂടുതൽ ചേഞ്ചസ് എത്തില്ല. ഇന്ത്യൻ ആണെങ്കിൽ ഓരോ ടെസ്റ്റിലും ഭയങ്കരമായ മാറ്റങ്ങൾ. ഈ ടെസ്റ്റിൽ 4 മാറ്റങ്ങളാണ് വന്നത്. 4 മാറ്റം ഇപ്പൊ 10 പ്ലെയർ വെച്ചാണ് നമ്മൾ കളിക്കുന്നത്. അതെ, അശ്വിന് ഇതേപോലത്തെ ഒരു ഫാമിലി എമർജൻസി ആയിട്ട് കഴിഞ്ഞ ദിവസം കളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പം ഇന്ത്യ ഇപ്പൊ കളിക്കുന്നത് 10 പ്ലേയേഴ്സ് വെച്ചാണ് വിത്ത് സബ്. അത് ഇന്നത്തെ ബോൾ ഭയങ്കര ഒരു സത്യമാണ്. എനിക്ക് ഒരു കൈ എടുക്കേണ്ട അതൊരു ഭയങ്കര മൊമെന്റ് ആണ്. അത് സത്യം. അതെ, അതും ഇൻഎക്സ്പീരിയൻസ്ഡ് ടീമാണ്. അതായത് ഇപ്പം എല്ലാവരും നല്ല ഭയങ്കര കിടില പഴയ ടീമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മൾ പിന്നെ ഓക്കെ. ഇത് പക്ഷെ ഇൻഎക്സ്പീരിയൻസ് ടീം വെച്ചിട്ടാണ് കളിക്കുന്നത്. ഈ കളി ജയിച്ചു കഴിഞ്ഞ ഒരു കൈ കൊടുക്കണം. പക്ഷെ 8 വിക്കറ്റ് ഇന്ന് എടുത്തെന്ന് പറഞ്ഞാലും 4 വിക്കറ്റ്. മുഹമ്മദ് സിറാജ് കഴിഞ്ഞ കളിയിൽ നമ്മൾ ഫസ്റ്റ് കളിയിൽ പോരാ എന്ന് പറഞ്ഞു എന്തിനു കൊണ്ടുപോയി എന്ന് പറഞ്ഞ വ്യക്തി ആ പേര് മാറ്റി എഴുതി, ആ കഥ മാറ്റി എഴുതി. അല്ലെങ്കിൽ പണ്ടേ കൊണ്ട് ചെണ്ടാകുന്ന സിറാജ് സൂപ്പർ സിറാജ് എന്ന് വിളിച്ചു തുടങ്ങിയതാണ്. അത് സിറാജ് ചത്ത് കിടന്ന് എറിയാനുള്ള ഞാൻ എറിയും, ചത്ത് കിടന്ന് കളിക്കാനുള്ള ഒരു വെറിയുണ്ടോ? സത്യം സത്യം, അത് പുള്ളിയുടെ പവറാണ്. സത്യം. കുൽദീപ് നല്ല 2 വിക്കറ്റ് എടുത്തു, ജഡേജ 2 വിക്കറ്റ് എടുത്തു, ബുംറ 1 എടുത്തു, അശ്വിൻ ഇന്നലെ 1 എടുത്തിട്ട് പോയി. കുൽദീപിന്റെ ബോൾ നന്നായിട്ട് ടേൺ ആയി. ആ ബേസ്റ്റോനെ കുറ്റം പറയാൻ പറ്റില്ല, നല്ല ബോളാണ് ബേസ്റ്റോനെ കിട്ടിയത്. ഡിഫൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഭയങ്കര ടേൺ വന്നു. കുൽദീപാണ് ബക്കറ്റിന്റെ വിക്കറ്റ് എടുത്തത്. ആ 2 വിക്കറ്റും ഒരു ഗ്രേറ്റ് ചേഞ്ച് ആണ് നടത്തിയത്. ബക്കറ്റിന്റെ വിക്കറ്റ് ലക്കി വിക്കറ്റ് ആയിരുന്നു. ഭയങ്കര ഷോർട്ട് ബോൾ മറ്റേ ഷോട്ട് ആയിരുന്നു. കാരണം പുള്ളി വളരെ അഗ്രസീവ് മൈൻഡ് നിൽക്കുകയായിരുന്നു. അതെ അതെ. അപ്പൊ അങ്ങനെ ഇന്ത്യക്ക് 126 റൺ ലീഡോടെ നമ്മൾ 3ാമത്തെ ഇന്നിംഗ്സ് ഇറങ്ങുന്നു. രോഹിത് ശർമ്മയും നമ്മുടെ ജയ്സ്വാളും കൂടെ ഇറങ്ങുന്നു. ഒരു 40 ആയപ്പോഴത്തേക്ക് രോഹിത് ശർമ്മയ്ക്ക് ഇന്ന് ഞാൻ കഴിഞ്ഞ ഇന്നിംഗ്സ് കളിച്ചു പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഔട്ടായിട്ട് പോയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അങ്ങനെ ന്യായീകരണം കൊടുക്കാൻ പറ്റില്ല. കാരണം ഒരു പ്ലെയർ കളിക്കാൻ വേണ്ടി വരികയാണ്, ആ പ്ലെയർ കളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കളിക്കണം. അതിന് ഞാൻ കഴിഞ്ഞ ഇന്നിംഗ്സ് കളിച്ചുകൊണ്ടിരിക്കാൻ ഒരിക്കലും പറയരുത്. അപ്പുറത്തൊരു ന്യൂസിലാൻഡ് വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ഒരു കളി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ കെയ്ൻ വില്യംസൺ ഫസ്റ്റിനും സെഞ്ചുറി അടിക്കുന്നു, സെക്കൻഡിനും സെഞ്ചുറി അടിക്കുന്നു, അടുത്ത കളിക്കും സെഞ്ചുറി അടിക്കുന്നു, കളി ജയിപ്പിക്കുന്നു. അതേപോലെ പ്ലേയേഴ്സ് ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഒരിക്കലും അത് ന്യായീകരണമായിട്ട് പറയരുത്. ഒരിക്കലും ഫുൾ വരുന്ന ബോൾ ഒരിക്കലും സ്വീപ്പ് ചെയ്യേണ്ട കാര്യം ചെയ്യാത്ത വ്യക്തിയാണ് രോഹിത് ശർമ്മ. ഇന്ന്
ആക്രാന്തം കൊണ്ടാണ് ചെയ്തത്. ഇന്ന് ഇന്ന് ആ ജോ റൂട്ടിനെ അടിക്കണമെന്ന് വെച്ചാണ് ചെയ്ത്. പിന്നെ അങ്ങേരുടെ സ്വഭാവം നീ ഇന്നലെ അങ്ങേരുടെ ഏറ്റവും വലിയ ഫ്ലോപ്പ് അതല്ലേ. അങ്ങേര് വേണമെന്ന് വെച്ചിട്ട് ആ ഒരു മൈൻഡ് സെറ്റ്, പക്ഷെ കളിക്കുന്ന ദോഷം അങ്ങേരെ അത്രയും കളിക്കുന്ന ഒരാളും ഇല്ല. അതാണ് വ്യത്യാസം. അങ്ങേരുടെ മൈൻഡ് നമുക്ക് സെറ്റ് എന്നും ആ കളി കാണാൻ താല്പര്യമാണ്, എന്നും പുള്ളിയുടെ കളി കാണാൻ ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ കളിക്കുക, അല്ല ഒരു കളി കളഞ്ഞിട്ട് പോരുത്. അങ്ങേരുടെ മെന്റാലിറ്റി അങ്ങനെയാണ്. ഇപ്പം നീ ഇപ്പൊ സുരേന്ദ്ര സേവാഗിന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതേപോലെ അങ്ങേരുടെ മെന്റാലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഓണായിരുന്നു കളിക്കാനുള്ള മൈൻഡ്. അതാണ് സത്യം. അതെ, അതും ഇന്ന് രാവിലെ 8 വിക്കറ്റ് എടുക്കാൻ കുറെ ചിന്തിച്ച് മനസ്സൊടുമേ തകർന്നിരിക്കുകയാണ്. ഇന്ന് വന്നപ്പോ അവിടെ രാഹുൽ ദ്രാവിഡ് ഇരിക്കുന്നുണ്ട്, അവിടെ വേറെ ആര് വെങ്കടേഷ് പ്രസാദ് ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് ഇവർ ഇങ്ങനെ അറിഞ്ഞാൽ തീരുന്നു. പിന്നെ ജോ റൂട്ടിന്റെ നല്ല ഫ്ലോപ്പ് മണ്ടത്തങ്ങളും കൊണ്ട് അപ്പൊ തന്നെ വിക്കറ്റ് പോയി, പെട്ടെന്ന് പോകാൻ തുടങ്ങി. ഓക്കെ, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് പതിപ്പോയി. അല്ല ക്യാപ്റ്റൻസിന്റെ കാര്യത്തിൽ രണ്ട് നല്ലൊരു ക്യാപ്റ്റൻസി വെച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബെൻ സ്റ്റോക്സിനെ ഔട്ടാക്കിയതില് ഒരു 3/4 പൊസിഷനിൽ ലോങ് ഓണിനെ വെച്ചിരുന്നു. അടിക്കുന്നെങ്കിൽ നിനക്ക് അതിന്റെ മേലെ കൂടെ അടിക്കാം, പക്ഷെ നിനക്ക് സിംഗിൾ എടുക്കാനും പറ്റില്ല എന്നുള്ള രീതിയിൽ ബുംറയെ വെച്ചിരുന്നു. ബെൻ സ്റ്റോക്സ് കറക്റ്റ് ആയിട്ട് അവിടെ കൂടെ അടിക്കാൻ നോക്കി. ജസ്റ്റ് 10 മീറ്റർ ബുംറ ബാക്കിലോട്ട് ഓടിപ്പോയി ക്യാച്ച് പിടിച്ചാൽ നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു. പിന്നെ ലെഗ് സൈഡില് ഫോക്സിന് വേണ്ടിയിട്ട് 3 പേരെ നിർത്തി. ഫ്ലിക്ക് ചെയ്യുമ്പോൾ അപ്പിഷ് വരും വെച്ചാൽ കറക്റ്റ് ആയിട്ട് ഫ്ലിക്ക് ചെയ്ത് അപ്പിഷുമായി. അത് രണ്ടും നല്ല ക്യാപ്റ്റൻസി ആയിരുന്നു. ബാക്കിയെല്ലാം ബോളേഴ്സിന്റെ കഴിവുകൊണ്ട് തന്നെയാണ് വിക്കറ്റ് വന്നത്. എനിക്ക് അതിലും തർക്കമില്ല. ഇതും ബോളേഴ്സിന്റെ കഴിവുകൊണ്ട് തന്നെ, പക്ഷെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തു. അതെ, അത് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. എല്ലാം രോഹിത് ശർമ്മനെ കുറ്റം പറയണം, നല്ലതെന്ന് പറയണം. പിന്നെ ഇന്നത്തെ വളരെ നല്ലൊരു കാര്യം, നമ്മൾ ബാസ്ബോൾ ഒന്നും കളിച്ചില്ലെങ്കിൽ നമ്മുടെ പിള്ളേർ നല്ലപോലെ ബാറ്റ് ചെയ്തിട്ടുണ്ട്. 46 ഓവറിൽ 195 റൺ അല്ലെ 205 റൺ അടിച്ചിട്ടുണ്ട് നമ്മൾ. അത് നല്ലൊരു സ്കോറാണ്. ജയ്സ്വാളിന് പിന്നെ ഒരു 100 കിട്ടി. പുള്ളിക്കാരന് പക്ഷേ ചെറിയൊരു ബാക്കില് ഒരു ചെറിയ ക്രാംസ് വന്നിട്ട് റിട്ടയർഡ് ഹർട്ടായിട്ട് പോയിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ നാളെ ദിവസം ഇറങ്ങാൻ കുറച്ചും കൂടെ ഒരു പവർഫുൾ ആയിട്ട് ഇറങ്ങി വരാൻ പുള്ളിക്കാരന് കുറച്ചും കൂടെ ഒന്ന് സ്റ്റാമിന ആയിട്ട് ഇറങ്ങി വരാം. കാരണം ഇന്ന് ഇപ്പം ലാസ്റ്റ് ഇറങ്ങിയത് രജിത് പട്ടിദാർ ഇറങ്ങിയത് കണ്ടായിരുന്നു. 10 ബോള് ഡിഫെൻഡ് ചെയ്തിട്ട് 9 ബോൾ ഡിഫെൻഡ് ചെയ്തിട്ട് 10ാമത്തെ ബോള് ഒരു ക്ലീൻ വിക്കറ്റ്. അതിന്റെ ആവശ്യമില്ലാത്തൊരു ഷോട്ട് കളിച്ചത്. അതാണ് ഈ എൻഡ് ഓഫ് ദി ഡേ. അടുത്ത ഫ്രൈഡേ കളിയുണ്ട്. അടുത്ത ഫ്രൈഡേ അടുത്ത ടെസ്റ്റ് തുടങ്ങിയാണ്. ഈ ടെസ്റ്റ് തീരുമാനം മൺഡേ. 3 ദിവസത്തിന് അടുത്ത കളിയാണ്. അപ്പം ഇപ്പോഴേ ഒരു വെറുതെ ഒരു 8 ഓവറിനെ കളിപ്പിച്ച് ഇപ്പൊ വയ്യാതിരിക്കുന്നവന് എന്തെങ്കിലും ഒരു ശ്രേയസ് ചെയ്യുന്ന പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവാം. അതുകൊണ്ട് ആ ഒരു റിസ്ക് എടുക്കാതിരുന്നതുമാണ്. പക്ഷേ ഇത്രയും ക്രാമ്പ് ഒക്കെ ഈ കാലഘട്ടത്താണ് വരുന്നത്. പണ്ട് നമ്മളെ കുറെ പ്ലേയേഴ്സ് കളിക്കുന്നുണ്ട്. ക്രാമ്പ് ആണെങ്കിലും കളിച്ചേ പറ്റൂ, മസിൽ പെയിൻ ആണെങ്കിലും കളിച്ചേ പറ്റൂ. നമ്മളാണ് ഏറ്റവും ഒരു വിക്കറ്റേ പോയിട്ടുള്ളൂ. അപ്പൊ അതിന് കുഴപ്പമില്ല. തീർച്ചയായിട്ടും നല്ലൊരു ഇന്നിംഗ്സ് കളിച്ചു. തീർച്ചയായിട്ടും നാളെ ഒന്ന് പുള്ളി അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വെരി ഗുഡ് ആയിരുന്നു സത്യം. കാരണം പുള്ളി ഒരു മൊമെന്റത്തെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ മൊമെന്റത്തിന് അങ്ങനെ കയറുന്നത് ചിലപ്പോൾ നാളത്തെ ദിവസത്തെ ഒരു ബുദ്ധിമുട്ടാൻ ചാൻസ് ഉണ്ട്. മറ്റേതാണെങ്കിൽ കറക്റ്റ് ഡെക്കോറെ മൊത്തം ഉപയോഗിച്ച് പോവായിരുന്നു. സർഫറാസ് ഖാൻ വരുന്നത് മൊമെന്റം കൊണ്ടാണ് ചുവന്നുകൊണ്ടാണ് ഇറങ്ങുന്നത് മൊമെന്റോ. അതുകൊണ്ട് കുഴപ്പമില്ല. അത് റെസ്റ്റ് എടുക്കട്ടെ. ഗിൽ എന്ന സെൻസിബിൾ ആയിട്ടുള്ള ഒരു ഇന്നിംഗ്സ് ആയിരുന്നു, വളരെ സെൻസിബിൾ. രജത് പട്ടിദാറിന്റെ ഇന്ത്യൻ കരിയർ ഓൾമോസ്റ്റ് തീരാറായെന്നാണ് എന്റെ ഒരു കണക്കൂട്ടൽ. ഫിറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്ക്രിപ്റ്റ് കെ എൽ രാഹുലിനെ വെച്ച് ഒരിക്കലും റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ അതേപോലത്തെ ഇന്നിംഗ്സ് കാണിക്കാനുള്ള ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഒരിക്കലും നടന്നില്ല. പിന്നെ ഇനി ഇംഗ്ലണ്ടിൽ തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു മാജിക് അത് വുഡും അത് ആൻഡർസന്റെ വരെ തന്നെ തരേണ്ടി വരും. അല്ലാതെ കഥ മുമ്പോട്ട് നീങ്ങില്ല. ഇപ്പം ഇന്ത്യയുടെ സൈഡിലാണ് ടെസ്റ്റ് നിൽക്കുന്നത്. അതെ, രജത് പട്ടിദാർ 4 ഇന്നിംഗ്സ് കൊടുത്തു. 4 ഇന്നിംഗ്സിൽ ഒരു കളിയിലെങ്കിലും ഒരു 40 റൺ അടിക്കണ്ടേ? ഒരു 40 റൺ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. 40 റൺ ടെക്നിക്സ് കാണാൻ നമുക്ക് നോക്കിയിട്ട് നല്ല ഭംഗിയുണ്ട്. കളിക്കുന്ന ഷോട്ടുകളുടെ ഉദ്ദേശമൊക്കെ കൊള്ളാം. പക്ഷേ ഒരു നല്ല സ്കോറിലേക്ക് എത്തിക്കാൻ പുള്ളിക്കാരന് പറ്റുന്നില്ല. അതെ, അപ്പം ഇന്ത്യ 310 റൺ ലീഡിലാണ് രാഹുൽ. അതെ, ഇംഗ്ലണ്ടിന്റെ ഈ കളിയിൽ ഒരു ഭാവി ഇല്ലല്ലോ. ഇനി വീട്ടിലിരുന്നാ പോരെ? ഒരിക്കലും പറയാൻ പറ്റില്ല. നാളത്തെ കളിയിൽ ഇപ്പൊ ഇന്ന് രാവിലെ 100 റൺസിനാണ് നമുക്ക് 8 വിക്കറ്റ് ലീഡാ പോയത്. നാളെ രാവിലെ തന്നെ ഒരു 100 റൺസിന് 8 വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ശരി 410 റൺ ചേസ് ചെയ്യുമെന്നാണ് പറയുന്നത്. 310 റൺ ഇതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിട്ട് ഒരു ട്രാക്കിൽ 419 റൺസ് ബാറ്റ് ചെയ്ത ഒരു പ്ലെയർ ടീമാണ് ഇംഗ്ലണ്ട്. ഓക്കെ, നമുക്ക് ആരെയും അങ്ങനെ കുറച്ച് പറയാൻ പറ്റില്ല. ഈ പിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ പിച്ച് ബാറ്റ് ഓൺ ഈ പിച്ചാണ്. ഇതേ പിച്ചിൽ 219-ന് 311 ഔട്ടായ ടീമാണ് ഇംഗ്ലണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും മുമ്പിന്. കാരണം എല്ലാവരും പ്ലാൻസ് ഫുൾ എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ പിച്ച് ബാഡ് ആവുള്ളൂ. പിച്ച് ബാഡ് ആവും. കുൽദീപിന്റെ ബോൾ ഇനിയും തിരിയും. ഞാൻ പറയുന്നത് അവരൊന്ന് മാച്ചുകൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം, നമുക്ക് അത്രയും നല്ലൊരു കളി കൊടുത്താൽ മാത്രമേ ഇന്ത്യയുടെ ആ ഒരു ചാൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. വിന്നിംഗ് ചാൻസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. ഞാൻ പറയുന്നു, ഇനി ഇവിടെ കളി നമ്മൾ ജയിച്ചു ജയിച്ചു കഴിഞ്ഞിരിക്കും. നോക്കാം, നാളെ കാണാം എന്തായിരിക്കും. 2-1. ഇനി നമുക്ക് അടുത്ത ടെസ്റ്റിന് കാണാമെന്നാണ് ആക്ച്വലി ഇപ്പൊ പറയേണ്ടത്. എന്നാലും ക്രിക്കറ്റ് ആണ്, അൺപ്രഡിക്റ്റബിൾ ആണ്. എന്തുവേണോ സംഭവിക്കാന്നൊരു വാചകത്തിന് പറയണം. അതുകൊണ്ട് പറയുന്നു. പക്ഷെ നമ്മൾ ഇന്ത്യ ജയിച്ചു. വെരി ഗുഡ്. നന്നായിട്ട് നല്ലൊരു സ്റ്റാൻസ് ആണ് ഇന്ത്യ പ്ലേയേഴ്സ് കാണിച്ചത്. ഇതേപോലെ കളി നാളെ കാണാനുള്ള ആഗ്രഹത്തിലാണ്. താങ്ക് യു. നാളെ കാണാം ഗൈസ്. ബൈ.